4 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കാണാതായ വെച്ചൂച്ചിറ സ്വദേശിനി ജസ്ന ജെയിംസിനെ കേരള പോലീസ് കണ്ടെത്തിയതായി സ്ഥിരീകരിച്ച CBI. 2 വർഷം മുമ്പ് വരെ ജസ്ന രാജ്യം വിട്ടിട്ടില്ലെന്നും മറ്റൊരു സംസ്ഥാനത്ത് വിവാഹിതയായി കഴിയുന്നുണ്ടായിരുന്നുവെന്നുള്ള വിവരം CBIക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള പോലീസ് ജസ്നയെ കണ്ടെത്തിയതോടെയാണ് രാജ്യം വിട്ടത്. ഇക്കാര്യം വിമാന ടിക്കറ്റ് പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജസ്ന നേരത്തെ താമസിച്ചിരുന്ന വീടിന്റെ സമീപത്തുള്ളവരാണ് ഇക്കാര്യം CBIയെ അറിയിച്ചിരിക്കുന്നത്. ജസ്ന 2 കുട്ടികളുടെ അമ്മയാണെന്നും കേരള പോലീസ് സംഘം അന്വേഷിച്ചെത്തിയതോടെ ഇവർ അവിടുന്ന് മുങ്ങുകയായിരുന്നുവെന്നാണ് CBIക്ക് ലഭിച്ച വിവരം. പത്തനംതിട്ട SP ആയിരുന്ന KG സൈമണിന്റെ നേതൃത്വത്തിലായിരുന്നു ജസ്നയെ കണ്ടെത്തിയതെന്നാണ് സൂചന. ഇതിന് പിന്നാലെ കോവിഡ് ആളിക്കത്തി. ഇതോടെ അന്തർ സംസ്ഥാന യാത്രകൾ പോലും തടസ്സപ്പെട്ടു. ഈ സാഹചര്യം മുതലെടുത്ത് ജസ്ന മുങ്ങി. കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ചാണ് ജസ്നയുടെ തിരോധാനം അന്വേഷിച്ചിരുന്നത്. പെൺകുട്ടി എവിടെയുണ്ടെന്ന് അറിയാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ADGP ടോമിൻ ജെ തച്ചങ്കരി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ വെളിപ്പെടുത്താനാകില്ലെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഇതേ കാര്യം പത്തനംതിട്ട SP ആയിരുന്ന KG സൈമൺ പറഞ്ഞിരുന്നു. പോലീസിന്റെ അനാസ്ഥയാണ് ജസ്നയെ വീണ്ടും കാണാതായതിനു പിന്നിലെന്ന് CBI സംശയിക്കുന്നുണ്ട്. സിറിയയിലേക്ക് ജസ്ന കടന്നുവെന്നാണ് സംശയം. 2018 മാർച്ചിലാണ് ജസ്നയെ കാണാതായത്. അന്ന് മുതലുള്ള ടിക്കറ്റുകളാണ് പരിശോധിച്ചത്. ഇതിന്റെ ഭാഗമായി CBI ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. അന്വേഷണം ഏറ്റെടുത്ത് 1 വർഷം പിന്നിട്ട ശേഷമാണ് പുതിയ നടപടി. കേസിൽ അന്വേഷണ പുരോഗതി അറിയിക്കാൻ തിരുവനന്തപുരം CJM കോടതി നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ 12-ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാരൻ നായർ സമർപ്പിച്ച FIR കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ജസ്നയെ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്നാണ് CBIയുടെ നിഗമനം. സംഭവം തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലെന്നും മനുഷ്യക്കടത്താണെന്നുമുള്ള നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇസ്ലാമിക രാജ്യത്ത് ജസ്നയുണ്ടെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഇക്കാര്യം ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. ജസ്ന സ്വന്തം താൽപര്യപ്രകാരമാണ് വിദേശത്തേക്ക് കടന്നതെന്നും 2 കുഞ്ഞുങ്ങളുടെ മാതാവായെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. വിദേശത്തേക്ക് കൊണ്ടുപോയവരെ CBI തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കണ്ണിമലയിലെ ബാങ്ക് കെട്ടിടത്തിൽ ജസ്ന എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് സ്വകാര്യ ബസ്സിൽ കയറി. ബസ്സിൽ തീവ്രവാദ ബന്ധമുള്ളവർ ഉണ്ടായിരുന്നോ എന്ന് CBI പരിശോധിച്ചിരുന്നു. അന്ന് ബസ്സിൽ യാത്ര ചെയ്ത 2 പേരെ തിരിച്ചറിഞ്ഞു. മംഗലാപുരം, ചെന്നൈ, ഗോവ, പൂനെ എന്നിവിടങ്ങളിലേക്കും അന്വേഷണം നീണ്ടു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത്. അതീവ രഹസ്യമായി അന്വേഷണം പുരോഗമിക്കുന്നതിനാലാണ് പുരോഗതി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. തുർക്കി, സിറിയ, അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒന്നിൽ ജസ്നയുണ്ടെന്നാണ് സൂചന. ഇതിൽ സിറിയയിലാണ് കൂടുതൽ സാധ്യത. ഇതെല്ലാം CBI പരിശോധിക്കുന്നുണ്ട്.